ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഓണം റിക്രിയേഷൻ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒപ്പീരായിരുന്നു. ഇതൊന്നും അല്ല കേട്ടോ, നിങ്ങൾ വീഡിയോൻ്റെ ഏറ്റവും എൻഡ് കാണണം കേട്ടോ. ഞാനിത് ആക്ച്വലി ഇവയുടെ ഹാഫ് സാരി കടം വാങ്ങിച്ചതാണ് അവസാനം. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ സാരി എടുത്ത് പിടിപ്പിക്കാൻ. പിന്നെ അതെ സാരിയും അല്ലെങ്കിൽ ഹാഫ് സാരി എന്തോ ആയിക്കൊള്ളട്ടെ, കുറച്ച് ഷോ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത്. ഞാനൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവയ്ക്കും വാങ്ങിച്ചു, എനിക്കും വാങ്ങിച്ചു. പക്ഷെ ഇവയ്ക്ക് ഇത് ഈ ടൈപ്പല്ല, ഒരു സിൽവറിൻ്റെ ഒരു ടർട്ടിൽ റിങ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്ട് ആമ മോതിരം. ഞാനത് വ്യാഴാഴ്ച വാങ്ങിച്ചതാണ്. വ്യാഴാഴ്ച വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭാഗ്യം കൊണ്ടുവരുന്നതൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. വിശ്വാസത്തോടെ ഇപ്പം ഇവനൊരു കല്ലാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാ അത്രയേ ഉള്ളൂ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ തമ്മിൽ പറയുന്നതുകൊണ്ട് പറഞ്ഞതാണ്. വ്യാഴാഴ്ച വൈകുന്നേരം വാങ്ങിച്ചപ്പോൾ സെലിബ്രേഷൻ നടത്താം എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നല്ലോ നമുക്ക്. നമ്മൾ ഭയങ്കരമായിട്ട് പൂക്കൾ വാങ്ങിച്ചു. ഇരുന്നോട്ടെ ഞാനൊന്ന്, കുഴപ്പമുണ്ടാ? പൂക്കൾ വാങ്ങിച്ചു, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ മറ്റേ പായസം ഉണ്ടാക്കാനുള്ള പോണിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിന് വഴി അതിന് വേണ്ടിയിട്ട് പോയിട്ട് ആദ്യം ഞാൻ വാങ്ങിച്ചത് ഈ ആമമോതിരമാണ്. കാരണം അവിടെ ഒരു ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കടയിൽ ഇങ്ങനെ എന്നെ മാടി വിളിച്ചു സിൽവർ ജ്വല്ലറിയിലേക്ക്. ഇത് വന്ന് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് വ്യാഴാഴ്ചയാണ് ഞാൻ വാങ്ങുന്നത് കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പം ബുധനാഴ്ച സെറേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച അവർക്ക് ഈവനിങ് ആയപ്പോഴേക്കും അത് വീണ്ടും വന്നു. ഇൻഫെക്ഷൻ അറിയാമല്ലോ, സ്കിന്നിൽ റിക്കറൻ്റ് ആയിട്ട് പിന്നെ അത് വന്നു അവർക്ക്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പോൾ ആ തിരക്കിൽ ഇത് വെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഞാനിത് നേരെ എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ആ രൂപത്തിൻ്റെ അടുത്തുകൊണ്ടെന്ന് വെച്ചു. 2-3 ദിവസം ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ കരുതി ഇന്ന് ഇടണം എന്ന് കരുതി. മീൻസ് ഇന്നിപ്പം നമ്മൾ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ്റെ ദിവസം തന്നെ അങ്ങ് ഇടാമെന്ന് കരുതി. ഇതിങ്ങനെ വ്യാഴാഴ്ച വാങ്ങുന്നത് നല്ലതാണെന്ന് ഞാൻ വ്യാഴാഴ്ച വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അറിയുന്നത്. അപ്പം എനിക്കെന്തോ പിന്നെ എനിക്ക് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് ഹോസ്പിറ്റലിൽ കയറിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എന്തോ വലുത് വരാനിരുന്നതാണെങ്കിലും അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ. ഇതിലും വലുത് വരാനിരുന്നത് എന്തോ ഇങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാമല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വേറെ ചെയ്യുവാണേ. സംഭവം ഇതാണ്ട് ഇങ്ങനെയല്ലേ, ഈ ആമയുടെ തല നമ്മളുടെ ബോഡിയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തൊക്കെ ആമമോതിരം ഇടുക എന്തിട്ടാലും ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്താലേ എനിക്ക് നല്ല കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് മറ്റൊരു കാര്യം. പക്ഷെ ഇതൊക്കെ രസമല്ലേ, എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വേറെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈശ്വരൻ്റെ മുമ്പിൽ വെച്ചിട്ടു ചുമ്മാ. ഓക്കെ, എനിക്ക് എൻ്റെ നല്ല കാര്യങ്ങൾ അറിയാമല്ലോ. ഞങ്ങൾ വണ്ടിയുടെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഫാമിലി ആയിട്ടല്ലേ ഷെയർ ചെയ്യാറുള്ളത്. അപ്പം ഇതും എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. അത്രേ ഉള്ളൂ. വാ ഇങ്ങ് വാ. ശരക്കുട്ടിയിലൊക്കെ ഉണ്ടോ നമ്മുടെ ചിക്കോയിരക്കുട്ടിയിലൊക്കെ ഉണ്ടോ? ഓക്കെ, എന്നെ കണ്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയുക സ്ട്രേഞ്ച് ഫീലിംഗ്. ഞാനിത് സാരി എടുത്തവള് കണ്ടിട്ടില്ല. എന്നാ പിടിച്ചോ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ആമമോതിരം റെഡി. ഞാനും കുട്ടികളും നമ്മൾ ടീം വർക്കായിരുന്നു. ഇതിന്റെ മെയിൻ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇവയാണ്. ലാസ്റ്റ് നമുക്ക് പൂക്കളം തികഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. അപ്പം ഏകദേശം ആ ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം അല്ലെങ്കിൽ കളഞ്ഞില്ലല്ലോ പോ, ഇതെങ്കിലും ചെയ്തല്ലോ. അപ്പം അങ്ങനെ. അപ്പം ഏകദേശം ഇപ്രാവശ്യത്തെ ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പം എന്താ അടുത്ത പ്രാവശ്യം ദൈവാനുഗ്രഹിക്ക് വരെ നമുക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ. കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലേ. ഓക്കെ, അപ്പം എന്താണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആഘോഷിച്ചു കൊള്ളട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ, സീ യു, ലവ് യു. അപ്പോൾ പായസം വേണ്ടേ? അയ്യോ എനിക്ക് വേണ്ട. പായസം വേണ്ട? എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ പായസം ഇവരുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഒപ്പിക്കലാണ്. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ, സീ യു, ലവ് യു.
ഒത്തിരി ലേറ്റ് ആയിട്ടോ എല്ലാ പരിപാടികളും സെറ്റ് ചെയ്ത് അവസാനിച്ച് കഴിഞ്ഞപ്പം. കാരണം ഞാൻ രാവിലെ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പുറത്ത് പോയിട്ട് എത്തിയപ്പോൾ തന്നെ 7:30 മണിയായി. അപ്പോൾ അതിനുള്ളിൽ ഒപ്പിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവർക്കും ഇഷ്ടം ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്താണെന്നുണ്ടെങ്കിലും വളരെ എഫേർട്ട് എടുത്ത് ചെയ്ത പരിപാടിയാണ് കേട്ടോ. ദേ വരുന്നു അവസാനത്തെ വീഡിയോ. ഇതായിരുന്നു 2 മക്കളുടെയും ഓണത്തിൻ്റെ ഡ്രസ്സ്. സെറയുടെ കണ്ടെന്ന് തോന്നുന്നു, ഇവയുടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യുവാണ്. അത് മാത്രമല്ല തീരെ ലെങ്ത്ത് വീഡിയോയ്ക്ക് ഇല്ലായിരുന്നു. ഇതല്ല കേട്ടോ അവസാനത്തെ ഞാൻ പറഞ്ഞ വീഡിയോ. അറ്റ് ദ എൻഡ് BTS എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാരി മോശമാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ കമൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പറ്റിയ വേഷങ്ങളുണ്ടല്ലോ, നമ്മളുടെ ഓരോ കംഫർട്ട് ഉണ്ടല്ലോ. ആ കംഫർട്ട് സോണിൽ പറ്റുന്ന ഒന്നല്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം എടുത്ത് ശീലമില്ലാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഞാൻ 15 വർഷത്തിന് മുമ്പാണ് എടുത്തത്. എൻ്റെ മാരിഡ് ഫംഗ്ഷന് മാത്രമാണ് എടുത്തത്. അതിന് ശേഷം ഞാൻ പിന്നെ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ എടുക്കാൻ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ വരുന്നുണ്ട് കേട്ടോ ആ വീഡിയോ. ബ്ലൗസ് വരെ ഞാനൊരു കണക്കിന് ആമസോണിൽ നിന്ന് ഒപ്പിച്ചു. എനിക്ക് എടുത്ത ഒരുപാട് ട്രൈ ചെയ്തട്ടെ ഇവ, പക്ഷെ രക്ഷയില്ല. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യണം? പാവാട എൻ്റെ വേറെ സ്കേർട്ടാണ്, അപ്പൊ അതും രക്ഷയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് വേറൊരു ഐഡിയ ആണ്. അതിപ്പം സാരി ഉണ്ട്. ഇതാണ് ഞാൻ എന്നോട് എല്ലാവരും പറയാറില്ലേ സാരി ഡ്രേപ്പിംഗ് ഒന്നിടോ എന്ന് ചോദിക്കാറില്ലേ. അപ്പം ഇതാണ് സാരി. എനിക്ക് എടുക്കാൻ വലിയ ഐഡിയ ഇല്ല. പഠിക്കാൻ എടുത്തിട്ട് കാര്യമില്ല. അവിടെ ഇവിടെയൊക്കെ വല്ലാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ കരുതി തൽക്കാലത്തേക്ക് ഇവയുടെ എന്താ പറയുന്നതിന് ഹാഫ് സാരി വെച്ചിട്ട് മാനേജ് ചെയ്യാന്ന് കരുതി. എന്തായാലും നമ്മളൊന്ന് പായസം ഉണ്ടാക്കും, പൂക്കളോടും ഗെറ്റ് റെഡി ചെയ്യുകയും ചെയ്യും. അപ്പൊ സാരി ഏകദേശം കുളമായി. കാരണം ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് കുത്തിക്കറ്റി വെക്കുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഗൈസ് അത് പറയാനാണ്. അപ്പൊ ഇതാണ് എൻ്റെ സാരി എടുത്താലുള്ള ഒരു അവസ്ഥ. അറിയാത്ത പണിക്ക് പോവാതിരിക്കാനല്ലേ നല്ലത്. അപ്പൊ ഈ മേലാൽ എന്നോട് സാരി എടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ആരും ചെയ്യണ്ട. എന്റെ ഭർത്താവ് അപ്പോഴേ